മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പലരും വിശപ്പ് കൊണ്ട് കരഞ്ഞിട്ടുള്ളവർ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. പല വിധത്തിലും പരാജയപ്പെട്ടവർ ഈ ശുശ്രൂഷയിലുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ടവർ, പലവിധ രോഗങ്ങളുള്ളവർ, പരിഹസിക്കപ്പെട്ടവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും കസേരയിൽ ഇരുന്നു കൊണ്ട് ജെറൂസലമിൽ നിന്ന് വരുന്ന 3 മിനിറ്റ് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് കാണുന്നുണ്ട്. അവരെ കണ്ടുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ച് യേശു തരുന്ന വചനം, യേശയുടെ പുസ്തകം 35-ാം അധ്യായം 3-ാം വാക്യം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീന കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. 2 കൂട്ടരോടാണ് കർത്താവ് പ്രത്യേകമായി വിളിച്ചു പറയുന്നത്. 1, തളർന്ന കൈകളുള്ളവർ. 2, ബലഹീനമായ കാൽമുട്ടുള്ളവർ. ദൈവം നമുക്ക് നന്മ ചെയ്യാനാണ് കൈകൾ നൽകിയത്. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർ, നന്മ ചെയ്യാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവർ, നന്മ ചെയ്യാനായിട്ട് അനേക മക്കളെ മാടി വിളിച്ചവർ, കൈക്ക് ആക്സിഡന്റ് പറ്റിയവർ, സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുന്നവർ, നീര് വന്ന് കൈകൾ വന്നവർ, കയ്യിൽ ചിലവർക്ക് ചില കറുത്ത പാടുകൾ, നിറങ്ങളുള്ളവർ, നഖം കുത്തി പഴുക്കുന്നവർ, ഇങ്ങനെ കൈകൾ പല വിധത്തിൽ ക്ലേശം അനുഭവിക്കുന്നവരോട് കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ഒഴുകുന്ന സമയമാണിത്. അവിടെ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ബലഹീനമായ കാൽമുട്ടുകൾ എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവർ, മുട്ടുകുത്തി കരവിരിച്ച് പ്രാർത്ഥിക്കുന്നവർ, ചിലരുടെ കാലിൻ്റെ ലിഗമെന്റ് പൊട്ടിപ്പോയവർ, ചിരട്ട പൊട്ടിപ്പോയവർ, കാലിൻ്റെ എല്ല് തകർന്നു പോയവർ, പാദങ്ങളിൽ വിരലുകൾ വേദനിക്കുന്നവർ, ഇങ്ങനെയുള്ളവരോട് കർത്താവ് പറയുന്നു, ബലഹീനമായ കാൽമുട്ടുകൾ ഉള്ളവരെ കർത്താവ് ഉറപ്പിച്ചു നിർത്തുകയാണ്. സുഖപ്പെടുത്താനായി കർത്താവ് വരികയാണ്. കർത്താവ് 2 കാര്യങ്ങളാണ് പറയുന്നത്. മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. മക്കളെ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. അറിവും കഴിവും പണവും ഉണ്ടായിട്ടും ജീവിതം പരാജയപ്പെട്ടു പോകുന്നു. കാരണം ദൈവവുമായി പങ്കാളിത്തം ഇല്ലാത്തത് കൊണ്ടാണ്. നാം ഒരുപക്ഷെ ഞെരുക്കപ്പെട്ടേക്കാം. മക്കളെ, തകർന്നു പോകരുത്. നാം ഒരുപക്ഷെ വിഷമിപ്പിക്കപ്പെട്ടേക്കാം. മക്കളെ, നിരാശപ്പെടരുത്. അടിച്ചു വീഴ്ത്തപ്പെട്ടേക്കാം. വീണ് കിടക്കരുത്. പരാജയപ്പെട്ടേക്കാം. പരിശ്രമം നിർത്തരുത്. കർത്താവ് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും സ്പർശിക്കുന്നു. ദൈവ ശുശ്രൂഷ ചെയ്യാൻ അനേക മക്കളെ ഒരുക്കുന്നു. വചനം പങ്കുവയ്ക്കാൻ അനേക മക്കളെ ഉപകരണങ്ങളാക്കി മാറ്റുന്നു. നിന്നെയും നിന്റെ കുടുംബത്തെയും കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ കൂട്ടായ്മയോടും ശുശ്രൂഷകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.